PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട എന്തെന്നറിയോ? നല്ലൊരു ബ്രെയിനാണ് വേണ്ടത്. ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിയുള്ള ബ്രെയിനല്ല. ഉള്ള സമയവും ഉള്ള സോഴ്സസും എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്ന് വ്യക്തമായിട്ട് പ്ലാനിങ് ഉള്ള ഒരു നല്ലൊരു ബ്രെയിനാണ് നമുക്ക് വേണ്ടത്. ഷാർപ്പിനായിട്ടുള്ള അങ്ങനൊരു ബ്രെയിൻ വേണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ജന്മനാ കിട്ടുന്നതല്ല. എല്ലാവർക്കും ഏകദേശം ഒരേ ബ്രെയിൻ തന്നെയാണ്. നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എങ്ങനെ നമുക്ക് മെമ്മറിയും കോൺസെൻട്രേഷനും കൂട്ടാമെന്ന് നോക്കാം. PSCക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണ് മെമ്മറിയും കോൺസെൻട്രേഷനും. ഇത് രണ്ടും ഒത്തൊരുമിച്ചാൽ തന്നെ നമ്മുടെ ബ്രെയിൻ നല്ല ഷാർപ്പ് ആവുന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം എങ്ങനെ മെമ്മറി പവർ കൂട്ടാമെന്ന് പറയാം. പല വീഡിയോസിലായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് ഒരു പാരഗ്രാഫ് വായിക്കുക. നിങ്ങൾ നോട്ട്സോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ എന്താണെങ്കിൽ തന്നെയും ആദ്യം ഒരു പാരഗ്രാഫ് വായിക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ അതേ ഓർഡറിൽ ഒരു പേപ്പറിലോട്ട് എഴുതുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ഇതേ കാര്യം നമ്മൾ വീണ്ടും 3-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുക, 7-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുക, 21-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുക. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് വേറെ രീതിയിൽ ചെയ്യാം. അതായത് ഒരു പാരഗ്രാഫ് വായിച്ച് പഠിക്കുന്നു. അതിനുശേഷം മറ്റൊരാളെടുത്ത് ഇത് പറഞ്ഞു കേൾപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെറിയ ടോപ്പിക്കാണെങ്കിൽ പോലും അത് ഒന്ന് പഠിച്ചിട്ട് അടുത്തുള്ള ഒരാളെടുത്ത്, നമ്മൾക്ക് അമ്മയോടോ അച്ഛനോടോ ആരുടെങ്കിലും അതൊന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പോയിട്ടത് വായിക്കും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൈൻഡിലേക്ക് അത് കയറുന്നതാണ്. ഇനി വേറൊരു രീതിയുണ്ട്. നമ്മളൊരു പാരഗ്രാഫ് വായിക്കുന്നു. വായിച്ച ശേഷം ഒരു പേപ്പർ വെച്ചിട്ട് അത് മറച്ച് വെച്ചിട്ട് ഓരോ ലൈനായിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ഓരോ ലൈൻ ഓർത്തെടുക്കുമ്പോൾ പേപ്പർ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഓർത്തു, അത് കറക്റ്റാണെന്ന് പേപ്പർ മാറ്റി നോക്കുക. അടുത്ത ലൈൻ ഓർക്കാൻ ശ്രമിക്കുന്നു. അത് ഓർത്ത ശേഷം ആ ലൈനിലെ പേപ്പർ മാറ്റി താഴേക്കാക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഇത്രയും നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ബ്രെയിൻ ഷാർപ്പ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വ്യായാമങ്ങൾ ബ്രെയിനിന് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ട ആ ഒരു വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങളൊരു 10 സാധനങ്ങൾ നിരത്തി വയ്ക്കുക. 10 സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പോൾ ഒരു ബോട്ടിൽ, ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ബ്രഷ്, ഒരു പേന, പിന്നെ അല്ലെങ്കിൽ ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടും മാച്ച് ആവാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഓർഡറിൽ വെക്കുക. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് നോക്കുക. കണ്ണടച്ചിട്ട് ആ ഓർഡറിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഓർഡറിൽ ആദ്യം ഇരിക്കുന്ന ബോട്ടിൽ, രണ്ടാമതിരിക്കുന്നത് സോപ്പ്, മൂന്നാമതിരിക്കുന്ന ഡ്രസ്സ്, ആ രീതിയിൽ ഇങ്ങനെ ഓർഡറിൽ ഓർത്തെടുക്കാൻ ഡെയിലി ശ്രമിക്കുക.